ഗണേഷ് കുമാർ സുരേഷ് ഗോപിയും തമ്മിലുള്ള ഡിഷുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇതൊരു ഉടായ്പ പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാനത് എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പറയാം. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് ഇവർ തമ്മിൽ ഈ നമ്മൾ കാണുന്ന രീതിയിലുള്ള പരിപാടി അല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ BJP-ക്കാരും അല്ലെന്നുണ്ടെങ്കിൽ ഗണേഷ് കുമാറിന്റെ ഫാൻസും തമ്മിൽ സോഷ്യൽ മീഡിയയിൽ അടി ഇടാൻ നേരത്ത് തന്നെ ഇവർക്കിടയിൽ ഒരു പ്രശ്നമില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ പറയാം. എന്തായാലും ആദ്യമേ തന്നെ ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, ഒരു നടൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഗണേഷ് കുമാറിനെയാണ് ഇഷ്ടം, സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിയാണെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി എന്നും, ഗണേഷ് കുമാർ ആണെന്നുണ്ടെങ്കിൽ ഗണേഷ് കുമാർ നിങ്ങൾ കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും കാണുന്നുണ്ട്, കമന്റ് ഒക്കെ ഇടുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നു പോകുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ അല്ലെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുമ്പോട്ട് പോകുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി ആ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയപരമായിട്ട് പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഏറ്റുമുട്ടുന്നതൊക്കെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഗണേഷ് കുമാർ സുരേഷ് ഗോപിയുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇവർ തമ്മിൽ അത്യാവശ്യം കണക്ഷനും ബോണ്ടും ഒക്കെ ഉണ്ട്. ഇത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഗഗനാചാരി എന്നൊരു പടം ഉണ്ടായിരുന്നു, ഗണേഷ് കുമാറിൻ്റെയും ഈ സുരേഷ് ഗോപിയുടെ മകൻ ഗോകുലും ഒക്കെ ആയിട്ടുള്ള. അതിൻ്റെ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ കണ്ടപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ആ സിനിമ കണ്ടതിന് ശേഷം സുരേഷ് ഗോപി ഗണേഷിനെ വിളിച്ചിട്ട് ആ പടം കൊള്ളാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു, നീ ഈ പടത്തിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന രീതിയിലൊരു സ്റ്റേറ്റ്മെൻറ്റ് ഗണേഷിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ഇവർ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഇവർ തമ്മിൽ ഒരു കണക്ഷൻ ബോണ്ടും ഒക്കെ ഉണ്ട്. പക്ഷേ സുരേഷ് ഗോപി BJP ആയതുകൊണ്ട്, ഗണേഷ് കുമാർ LDFന്റെ ഭാഗമായതുകൊണ്ട് പബ്ലിക്കായിട്ട് ചില സ്റ്റേറ്റ്മെൻറ്റ് പറയേണ്ടി വരും. അങ്ങനെയാണ് ഗണേഷ് കുമാർ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. പൊതുവെ സുരേഷ് ഗോപി ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് ആരോടും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാറില്ല. പക്ഷേ ഗണേഷ് കുമാർ പറയാറുണ്ട്. ഇപ്പം ലാസ്റ്റ് കമ്മീഷണർ സിനിമയിൽ അഭിനയിച്ച തൊപ്പി സുരേഷ് ഗോപി കാറിക്കൊണ്ട് നടക്കുമായിരുന്നു, അങ്ങനെ ഒരാളാണ് എന്നുള്ള രീതിയിലൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. കാരണം അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ BJP-യുടെ ഒരു ലീഡറാണ്. പക്ഷെ അങ്ങനെയല്ല ഗണേഷ് കുമാർ എന്ന് പറയുമ്പോൾ ഈ കേരള കോൺഗ്രസ് ബാലകൃഷ്ണ എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടല്ലോ, പുള്ളിയുടെ അച്ഛൻ്റെ പേരിലുള്ള പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ലീഡർ കൂടിയാണ്. ആ പാർട്ടി പുള്ളിക്കാരൻ്റെ പേരിലാണ് നടക്കുന്നത്. അപ്പം ഈ സൊസൈറ്റിയിൽ ഇങ്ങനെ 2-3 ഡയലോഗ് അടിച്ചിട്ടേ കാര്യമുള്ളൂ. കാരണം ഈ പുള്ളിക്കാരൻ അടുത്ത ഇലക്ഷനിൽ നിൽക്കേണ്ടതാണ്, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് വേണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. LDFന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അപ്പം BJP-കാരനായിട്ടുള്ള സുരേഷ് ഗോപിയെ, മന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയെ പുള്ളിക്കാരൻ നേരിടേണ്ടതായിട്ടുണ്ട്. അതൊക്കെ കുറേ ഉത്തരവാദിത്വപരമായിട്ട് പുള്ളിക്കാരൻ ചെയ്യേണ്ടതുകൊണ്ട് പുള്ളിക്കാരൻ വെച്ച് അടിക്കുന്നതേ ഉള്ളൂ. ഇവർ തമ്മിൽ ഒരു പ്രശ്നമില്ല. സത്യസന്ധമായി പറഞ്ഞാൽ ഇവർ തമ്മിൽ ഒരു പ്രശ്നമില്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഇവർ തമ്മിൽ ഒരു പ്രശ്നമില്ല. ചിലപ്പോൾ ഫോണിൽ വിളിച്ചിട്ട് അളിയ ബന്ധമായിരിക്കും ഇവർ തമ്മിൽ. ഇത് പുറത്ത് ഭയങ്കര ബഹളവും. ഈ അടുത്ത സമയത്ത് BJP-ക്കാർ ഗണേഷ് കുമാറിന്റെ വീടിന് മുമ്പിൽ സമരം ചെയ്യുന്ന കണ്ടു, വെല്ലുവിളിക്കുന്ന കണ്ടു. ഇതൊക്കെ ആണെങ്കിലും ഇവർ തമ്മിൽ നല്ല കണക്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. കാരണം ഞാൻ ആ ഇൻ്റർവ്യൂ ശ്രദ്ധിച്ചപ്പോൾ ഇവർ സംസാരിച്ച രീതി, സുരേഷ് ഗോപി എന്നെ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചു എന്ന് പറയുമ്പം അതൊരു പക്ക കണക്ഷനുള്ള രണ്ടുപേരും സംസാരിക്കുന്ന രീതിയിലാണ് അതിനകത്ത് പറഞ്ഞത്. പിന്നെ ഗോകുലിനെയൊക്കെ നല്ല രീതിയിൽ പുള്ളിക്കാരൻ പെരുമാറുന്നുണ്ട്. നല്ല പരിചയമുള്ള രീതിയിൽ തന്നെ, ഏറ്റവും അടുത്തൊരു ഫാമിലി സുഹൃത്തിൻ്റെ കുട്ടിയോടുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നതും പെരുമാറുന്നത്. ഇതിനകത്ത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സുരേഷ് ഗോപിയുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സുരേഷ് ഗോപിയെ കേരളത്തിലെ ആൾക്കാർക്ക് വേട്ടയാടുക എന്നുള്ളത് കേരളത്തിലെ ബാക്കിയുള്ള പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്. കാരണം ഈ അടുത്ത കാലത്ത് ഇത്രയും ഹീറോയിസം കാണിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ വേറെ ഇല്ല. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ തൃശ്ശൂർ എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ആദ്യമേ തോറ്റു. നാട്ടുകാർ മുഴുവൻ കളിയാക്കി, ട്രോളുണ്ടാക്കി. അത് LDF UDF-കാരൊക്കെ ട്രോളുണ്ടാക്കി. പിന്നെ കുറേ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തീവ്രവാദത്തിൽപ്പെടുന്ന ആൾക്കാരുണ്ട്, ഇവരൊക്കെ ട്രോളുണ്ടാക്കി. സുരേഷ് ഗോപി ഇല്ലാതെ കളയുന്നുണ്ട്. BJP-കാരനായിട്ട് മത്സരിച്ച് സുരേഷ് ഗോപിയെ അതിനുശേഷം നിയമസഭയിലേക്ക് മത്സരിച്ചു, അവിടെയും തോക്കുന്നു. അതിനുശേഷം പിന്നെ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ വരുന്നു. അപ്പോൾ അവിടെ LDF-ന് വേണ്ടി സുനിലേട്ടൻ വരുന്നു, UDF-ന് വേണ്ടി മുരളി വരുന്നു. അതായത് കേരളത്തിൽ ഏറ്റവും നല്ല മത്സരം നടന്നത് തൃശ്ശൂരാണ്. ഈ തൃശ്ശൂർ മത്സരത്തിൽ 74,000 വോട്ടിന് ഭൂരിപക്ഷം നേടിയാണ് സുരേഷ് ഗോപി മധുര പ്രതികാരം ചെയ്ത് ജയിച്ചു വരുന്നത്. അത് പറഞ്ഞു തരുന്നത് ഗംഭീര സംഭവമാണ്. നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. കേരളം പോലൊരു സംസ്ഥാനത്തിൽ BJP-യുടെ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാട്ടിൽ ഒരു BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് പുള്ളി ജയിച്ച് കയറി വന്നിങ്ങനെ നിന്ന് അതൊരു നിപ്പായിരുന്നു സത്യത്തിൽ. നമ്മളത് ഇപ്പം നമ്മൾ എത്ര കളിയാക്കിയാലും അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത്. കേരളത്തിൽ ഒരു പാർലമെന്റ് മണ്ഡലം എന്ന് പറയുമ്പം 3-4 നിയമസഭാ മണ്ഡലമാണ്. ആ നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ രീതിയിൽ വോട്ട് കിട്ടി സുരേഷ് ഗോപി ജയിച്ച് വന്നിട്ട് കേന്ദ്രമന്ത്രിയായി നിൽക്കുകയാണ്. അപ്പോൾ ഭയങ്കര സ്റ്റേറ്റ്മെന്റാണ് സുരേഷ് ഗോപി എടുത്തിരിക്കുന്നത്. ഇതുവരെ കളിയാക്കിയ ആൾക്കാരുടെയൊക്കെ മുഖത്ത് കൊടുത്ത അറ്റാടിയാണ് സുരേഷ് ഗോപിയുടെ വിജയം. പുള്ളിക്കാരൻ്റെ രീതി വെച്ച് പറയാറുണ്ട്. പിന്നെ പുള്ളിക്കാരെ ഇടയ്ക്കൊക്കെ ഓരോ സ്റ്റേറ്റ്മെന്റൊക്കെ പറയുന്നുണ്ട്. ചില സ്റ്റേറ്റ്മെന്റൊക്കെ നമ്മളും ട്രോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ സുരേഷ് ഗോപിക്ക് പിന്നാലെ കുറേ മീഡിയക്കാർ നടക്കും. മീഡിയക്കാർ പിന്നാലെ നടന്ന് ചൊറിയും, സുരേഷ് ഗോപി തിരിച്ചെന്തെങ്കിലും പറയും, പിന്നെ അതിൻ്റെ പേര് വിവാദം ഉണ്ടാവും. അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു.
പക്ഷേ ഇതിനകത്ത് എനിക്ക് വ്യക്തിപരമായി പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി, ഗണേഷ് കുമാർ എന്നൊക്കെ പറയുന്ന നേരത്ത് ഇവർ രണ്ടുപേരും മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ കിടലിലാണ് കേട്ടോ. അപ്പോൾ ഗണേഷ് കുമാറിനെ പറ്റി പറയുകയാണെങ്കിൽ ട്രാൻസ്പോർട്ട് വകുപ്പിൽ ഇപ്പം ശമ്പളം കൊടുക്കുന്നുണ്ട്, കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ മണ്ഡലകാലത്ത് നല്ല പെർഫോമൻസ് ആയിരുന്നു ട്രാൻസ്പോർട്ട് വകുപ്പ്. അങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. പുള്ളിയുടെ വീഡിയോസൊക്കെ നമ്മൾ കാണാറുണ്ട്. നടൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മ വരുന്നത് മണിച്ചിത്രത്താഴിലെ ആ ക്യാരക്ടറൊക്കെയാണ്. അതുപോലെ തന്നെയാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഒരു BJP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് കേരളത്തിൽ അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്ത ഒരു MP സീറ്റ് ഉണ്ടാക്കി കൊടുത്ത ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരനെ ടാർഗറ്റ് ചെയ്ത് അട്ടിക്കേണ്ടത് മറ്റൊരു പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു മിനിസ്റ്ററിന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയാണ് ഈ സുരേഷ് ഗോപിയുടെ തൊപ്പിയുടെ കാര്യമൊക്കെ പറഞ്ഞു അടിക്കുന്നത്. പക്ഷെ അതും സുരേഷ് ഗോപിക്ക് ബെനിഫിറ്റ് ആയിട്ട് വന്നോളൂ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ സുരേഷ് ഗോപിയുടെ തൊപ്പിയുടെ പേരിൽ, കമ്മീഷണറുടെ തൊപ്പിയുടെ പേരിലൊക്കെ കളിയാക്കാൻ നേരത്ത് അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ അപ്പോഴേ വരിക. ഒരു കൊച്ചു കുട്ടിക്ക് സുരേഷ് ഗോപി കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്ത് തോന്നും? ആ കുട്ടിക്കാണല്ലേ സുരേഷ് ഗോപി എടുത്ത്. അവിടെയും സുരേഷ് ഗോപിക്ക് തന്നെ പോസിറ്റീവ്. അപ്പം നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധിച്ചാൽ മതി, സുരേഷ് ഗോപി അടിക്കാൻ ശ്രമിക്കുന്ന വടിയെല്ലാം തിരിച്ചടിക്കുന്നതാണ് നമ്മൾ അടുത്ത കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബ്രിട്ടാസ് ഒക്കെ അടുത്ത സമയത്ത് മുന്ന എന്നുള്ള രീതിയിലൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു പാർലമെന്റിൽ. ആ സുരേഷ് ഗോപി ഉള്ളായിരുന്നു മുനമ്പത്തുകാർക്ക് വേണ്ടി. അപ്പം ഈ പാർലമെന്റിൽ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഈ ജോൺ ബ്രിട്ടാസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന മൂനമ്പം സമരപ്പന്തലിൽ ഇരുന്ന് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചിരുന്ന് ഈ ജോൺ ബ്രിട്ടാസിനെ കൂവുകയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് കാര്യം വ്യക്തമായില്ലേ, സുരേഷ് ഗോപിക്ക് കൈയടി മുനമ്പത്തൂന്ന്. അവിടെ ബാധിക്കപ്പെട്ട ആൾക്കാർ കൈയടിക്കുന്നു സുരേഷ് ഗോപിക്ക്, അതേസമയം ജോൺ ബ്രിട്ടാസിനെ കൂവി തോപ്പിക്കുന്നതും കണ്ടു. അപ്പം അതിനകത്ത് തെറി വിളിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ പറയാത്തത് കൊണ്ടാണ്. ചിലരുടെയൊക്കെ അപ്പനെയാണ് അവർ വിളിച്ചത്, ഈ പ്രസംഗിച്ച ഇടതുപക്ഷത്തിന് വേണ്ടിയൊക്കെ പ്രസംഗിച്ച ആൾക്കാർ. അപ്പം ഇപ്പം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗണേഷ് കുമാർ സുരേഷ് ഗോപി വിഷയമില്ലേ, അത് ഇവർ തമ്മിൽ ഉള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. ഇപ്പം അഡ്ജസ്റ്റ്മെന്റ് പറയുമ്പം ഒരു മാന്യത പിന്നെയും കാണിച്ചിരിക്കുന്ന സുരേഷ് ഗോപിയാണ് കേട്ടോ. സുരേഷ് ഗോപി ഇതുവരെ രാഷ്ട്രീയത്തിന്റെ പേരിൽ സുഹൃത്തുക്കൾ ഇപ്പം കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളെ പോലും ആക്ഷേപിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇതുവരെ ആക്ഷേപിക്കുന്ന ഒരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല. പക്ഷേ ഗണേഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ സുരേഷ് ഗോപി ഒരു 100% പൊളിറ്റീഷ്യൻ അല്ല, ഗണേഷ് കുമാർ 100% പൊളിറ്റീഷ്യനും ഒരു 30% നടനുമാണ്. അതാണ് ഇതിനകത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. ഗണേഷ് കുമാർ പൊളിറ്റീഷ്യനാണ്, പുള്ളിക്കാരൻ പൊളിറ്റിക്കൽ ഫാമിലിയാണ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആളാണ്, മിനിസ്റ്ററാണ്, പലവട്ടം മിനിസ്റ്ററായി. പിന്നെ കുടുംബപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തിപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഗണേഷ് കുമാറിൻ്റെയും സുരേഷ് ഗോപിയും ഒന്ന് കമ്പയർ നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ റേഞ്ച് വേറെയാണ്. ഫാമിലി ലൈഫ് നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ റേഞ്ച് വേറെയാണ്. അതേ കാര്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഗണേഷ് കുമാർ രാജിവെച്ച് പോയെന്ന് പബ്ലിക്കായിട്ട് അറിയാം. സരിതയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള കേസുകളൊക്കെ, ഊഹാപോഹങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ ഇടികിട്ടി മുഖങ്ങളും അതിൻ്റെ പാടുമൊക്കെ ആൾക്കാർ ഇപ്പോഴും ഞാൻ നോക്കാൻ നേരത്തെ പല ഫോട്ടോസും കുത്തിപ്പൊക്കി ആൾക്കാർ വിടുന്നുണ്ട്. പിന്നെ ഫാമിലി ലൈഫ് നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിയൊക്കെ അവരുടെ ഫാമിലിയായിട്ടൊക്കെ എത്ര നല്ല രീതിയിലാണ് ജീവിക്കുന്നത് നമുക്ക് നോക്കാം. കരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിലും സിനിമാ മേഖലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിയുടെ കരിയർ വേറെ, ഗണേഷ് കുമാറിന്റെ കരിയർ വേറെ. പക്ഷെ അടുത്ത കാലത്ത് കണ്ടത് വെച്ച് രാഷ്ട്രീയത്തിൽ ഹീറോയിസം കാണിച്ച ഒരാളാണ് സുരേഷ് ഗോപി. പക്ഷെ ഇവർ തമ്മിലുള്ള പ്രശ്നമില്ല, ഈ ഗണേഷ് കുമാർ സുരേഷ് ഗോപി തമ്മിലുള്ള ഒരു പ്രശ്നമില്ലേ, ഇത് ചുമ്മാ നമ്മളെ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയാണ്. ഇവർ തമ്മിൽ ഡയറക്റ്റ് നല്ല കണക്റ്റാണ്, നല്ല ബോണ്ടാണ്, നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഈ നാട്ടുകാരെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഗണേഷ് കുമാറിൻ്റെ ഒരു കളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതല്ലാതെ ഇവർ തമ്മിലൊരു പ്രശ്നമില്ല. പിന്നെ ഈ കമ്മീഷണർ ഒപ്പിയെന്നൊക്കെ പറയുന്ന നേരത്ത് ഇത് യഥാർത്ഥത്തിൽ ആർക്കാണ് ഉപകാരപ്പെടും? ഇപ്പം സുരേഷ് ഗോപിയെ എന്തെല്ലാം പറഞ്ഞിട്ടാണ് ഒരു 4 പേരും കൂടെ വട്ടം ചുറ്റിയിരിക്കുന്ന ഒരു മീഡിയ ഉണ്ട്. ഇവർ രാവിലെ തൊട്ട് വൈകിട്ട് വരെ സുരേഷ് ഗോപിയുടെ വീഡിയോ ഇട്ടു. അതുപോലെ തന്നെ പെണ്ണ് കേസിപ്പെടുത്താൻ നോക്കി, അല്ലെങ്കിൽ ചെമ്പ് ഗോപി, വിച്ചള ഗോപി എന്നൊക്കെ പറഞ്ഞിട്ട് ലൂർദ് മാർദ ദേവാലയത്തിൽ കിരീടം കൊടുത്തതുമായി ബന്ധപ്പെട്ട് കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടു. അവസാനം എന്ത് സംഭവിച്ചു? സുരേഷ് ഗോപി ജയിച്ചു. എത്ര വേട്ടയാണെങ്കിലും സുരേഷ് ഗോപി കയറി വരുന്ന രീതിയിലൊരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ലോകസഭയിൽ പുള്ളി മത്സരിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നിലവിൽ പുള്ളിക്കാരൻ വിജയിച്ച് തന്നെയാണ് നിൽക്കുന്നത്. തൃശ്ശൂരിൽ, കേരളത്തിൽ താമര കിട്ടും. ഇപ്പം ഇവിടെ ആൾക്കാർ പറയാറുണ്ട് മഹാത്മാഗാന്ധിയോ മദർ തെരേസയോ താമര ചിഹ്നത്തിൽ കേരളത്തിൽ നിന്നാൽ ജയിക്കില്ലെന്ന് പറഞ്ഞിടത്താണ് സുരേഷ് ഗോപി താമര ചിഹ്നത്തിൽ ജയിച്ചിരിക്കുന്നത്. ബാക്കിയൊക്കെ ഇപ്പോൾ സുരേഷ് ഗോപിയെ വിമർശിക്കേണ്ടത് LDFിൻ്റെയും UDFിൻ്റെയും MLA-മാർക്ക് MP-മാർക്കുടെ ഒരു ബാധ്യതയാണ്. അതുകൊണ്ട് ഗണേഷ് കുമാർ വിമർശിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം? സുരേഷ് ഗോപിയാണ് ഇഷ്ടം, ഗണേഷ് കുമാറിനെയാണ്? കമൻറ്റ് ചെയ്യുക.